ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 6ാം ക്ലാസ്സിലെ ദീപകൻ ടെക്സ്റ്റിൽ നിന്നുള്ള പാഠങ്ങളാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. 6th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ലെസണിൽ കുറേ എടുത്തു അല്ലേ. അപ്പോൾ അതിൽ പിന്നെ വരുന്നത് പേജ് നമ്പർ 10 ആണ്. പേജ് നമ്പർ 10 നോക്കിക്കോളൂ. 10ൽ വ്യഞ്ജനങ്ങൾ തമ്മിൽ, അതായത് സംയുക്ത വ്യഞ്ജനങ്ങൾ എങ്ങനെയാകുന്നു, അതിൻ്റെ മാറ്റി എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ചാണക്യ എന്നൊരു വാക്ക്, ചാണക്യ, അതിൽ ക്യ ക്യ എന്നുള്ളത് മാത്രം ആണ് പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്, ക്യ എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ വരാൻ ക്യ എന്നുള്ളത്? ക്യ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ അതിനകത്തുണ്ട്? കാന്ന് കേൾക്കുമ്പോൾ കാ ഉണ്ട്, പക്ഷെ ഫുള്ളും ഇല്ല അല്ലേ. അപ്പം കാ പകുതി ക് പ്ലസ് ആയുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? കാന്ന് പറയുന്നില്ല. അപ്പോൾ ക് പ്ലസ് പിന്നെ യായുടെ യു പ്ലസ് പിന്നെ എന്തുകൊണ്ട് ക്യാ എന്ന് പറയുമ്പോൾ ഒരു ആയുണ്ടല്ലേ അവിടെ. അപ്പോൾ അതായി. അപ്പം ചാണക്യയായി. അടുത്തത് അർണവഹ. അർണവഹ എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്ര, കടൽ, ഓഷൻ, സീ. അർണവഹ. അപ്പോൾ അവിടെ എങ്ങനെ വരും? ഋണയാണ് എഴുതേണ്ടത്. അപ്പോൾ ആണ് ആദ്യം ഉച്ചരിച്ചത്. ഋണയില്, പിന്നെ നായില് പ്ലസ് ന് പ്ലസ് പിന്നെ ഋണ എന്ന് പറയുമ്പോൾ ഒരായില്ലേ. അടുത്തത് മന്ത്രഹ. മന്ത്രഹ എന്നുള്ളതിൽ ഇന്ദ്രയാണ്, ഇന്ദ്ര. അപ്പോൾ അവിടെ ഇന്ദ്രയിൽ ഞായുടെ ഞാ ഫുള്ളും ഇല്ല, ആ ഇല്ല അല്ലേ. അപ്പം ന് പ്ലസ് ത്രയിൽ തായുണ്ട്, പ്ലസ് പിന്നെ ഇല്ലേ ഇന്ദ്ര എന്നുള്ളതിൽ പ്ലസ് ആ, അതാണ് ഇന്ദ്രഹ. ഇന്ദ്രഹ പ്ലസ് ആ, ഇന്ദ്ര. അടുത്തത് ക്രമഹ. ക്രമഹ എന്നുള്ളതിൽ ക്രായാണ്, ക്രായിൽ പ്ലസ് ക്ര എന്ന് പറഞ്ഞ ഉണ്ട്, പ്ലസ് പിന്നെ ആയില്ലേ ആ. അടുത്തത് ഇന്ദ്രഹ എന്നുള്ളത്. ഇന്ദ്രഹ എന്നുള്ളത് അതിൽ ഇന്ദ്രായാണ്. അപ്പോൾ അവിടെ എങ്ങനെ? ന്, ഇന്ദ്രയിൽ ന് പ്ലസ് പിന്നെ ദായില്ലേ ദ് ആയി, ദ് പ്ലസ് പിന്നെ ദ്രായിൽ ഉണ്ട്, പ്ലസ് ഇന്ദ്ര എന്ന് പറയുമ്പോൾ ആ. അടുത്തത് ഓഷ്ട്യ. ഓഷ്ട്യ എന്നുള്ളതിൽ ഷ്ടിയാണ്, ഷ്ട്യ. ഷ്ട്യ എന്ന് പറയുമ്പോൾ ഷ് അവിടെ വരുന്നുണ്ട് അല്ലേ. ഷയുടെ ഷ് പ്ലസ് ഠ് പ്ലസ് പിന്നെ യു കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പം യു പ്ലസ് ഓഷ്ട്യ. അപ്പം ആ ഉണ്ടല്ലോ ആ. ഇനി അടുത്തത് പത്മം എന്നുള്ളതിന് ദ്. പത്മം ഏതിലാ ചോദിച്ചിരിക്കുന്നത്? ഇദ്മ. ദായും മായും വരുന്നു അവിടെ അല്ലേ. അപ്പോൾ ദായിൻ്റെ പകുതിയേ ഉള്ളു, അതായത് ദ് പ്ലസ് മ പ്ലസ് ആ, ഇതാണ് പത്മം. അമ്മൻ്റെ ചേർത്ത് പറയുമ്പോൾ പ്ലസ് ആകുമ്പോൾ പത്മമായി. ഇനി അതുപോലെ ഉഷ്ട്രഹ എന്നുള്ളത്. ഉഷ്ട്രഹ എന്താ? ഉഷ്ട്രഹ ക്യാമൽ, ഒട്ടകത്തിനെയാണ് ഉഷ്ട്രഹ എന്ന് പറയുന്നത്. അവിടെ എങ്ങനെ? അവിടെ ഇഷ്ട്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇഷ്ട്ര എങ്ങനെ വരും? ഇഷ്ട്ര. അപ്പോൾ ഇഷ്ട്ര മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? ഇഷ്ട്രയിൽ ഷ് പ്ലസ് ടായിൽ ട് പ്ലസ് ട്ര ര് പ്ലസ് ആ, അതാണ് ഉഷ്ട്രഹ എന്നുള്ളതിൽ ഇത്. അടുത്തത് ഇന്ത്യ. അതുപോലെ അത് ആലോചിച്ച് പറയും. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയാണ്, ന് ഇല്ലേ അവിടെ. അപ്പം ന് പ്ലസ് ഥ് പ്ലസ് പിന്നെ യാവുമ്പോൾ യു പ്ലസ് ആ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സംയുക്ത വ്യഞ്ജനത്തിൻ്റെ ഒന്ന്. അടുത്ത് വന്നിരിക്കുന്നത് വർണ്ണവിയോഗമാണ്. വർണ്ണവിയോഗം എന്ന് പറഞ്ഞൊരു വർണ്ണം തന്നിട്ട് അത് വിയോഗിപ്പിക്കുക. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് വർണ്ണവിയോഗ. ആദ്യത്തത് അജഹ വന്നു.
അടുത്തത് വർണ്ണവിയോഗയാണ്. വർണ്ണം വിയോഗിക്കുക. വർണ്ണം അതായത് ഇപ്പം പിന്നെ ഒരു ഇത് തന്നിട്ട് വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാക്യം അല്ലെങ്കിൽ അജഹ, മോളിൽ കൊടുത്തിരിക്കുന്ന അജഹ. അജഹ എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വിയോജിച്ച് കൊണ്ടുവരുന്നത്? ആ എന്ന് പറയുമ്പോൾ അത് ആ തന്നെയാണ്. ആ പ്ലസ് ജ എന്ന് പറയുമ്പോൾ ജി പ്ലസ് ആയാണ് പ്ലസ് വിസർഗ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ എളുപ്പമുള്ളത് മാത്രം, അതായത് എളുപ്പമുള്ളത് നിങ്ങൾക്ക് പ്രയാസമില്ല, അല്ലാത്ത കുറച്ച് മാത്രം ഞാനിവിടെ പറഞ്ഞു തരാം. അതായത് ആദ്യത്തത് സീത എന്നുള്ള വാക്യം. സീത എന്ന് പറയുമ്പോഴത്തേക്ക് സ ഉണ്ടല്ലേ, അപ്പോൾ പക്ഷെ സ് ആണ്. സ് പ്ലസ് ഇ അല്ലേ ഇവിടെ, ഈ പ്ലസ് തായാകുമ്പോൾ ത് പ്ലസ് സീത മനസ്സിലായില്ലേ? അടുത്തത് ബ്രഹ്മചാരി. ബ് ശ്രദ്ധിച്ചിരിക്കുക. ബ്ര എങ്ങനെ ആക്കണം? ഇവിടെ കൊണ്ട് പ്ലസ് പിന്നെ മീ അത് കഴിഞ്ഞാൽ ആ വേണ്ടേ ബ്ര. പിന്നെ അടുത്ത ഹ്മ എന്നുള്ളതിന് ഹ് പ്ലസ് മ് പ്ലസ് ബ്രഹ്മ. അപ്പോൾ ആയുണ്ടല്ലോ അവിടെ. ആ പ്ലസ് ചായയിൽ ച് പ്ലസ് ഇനി ആയാണ്. ആ പ്ലസ് ര് ആകുമ്പോഴത്തേക്ക് ര് പ്ലസ് ഈ ബ്രഹ്മചാരി ദീർഘമാണ് അവിടെ. അടുത്തത് സരസ്വതി. സരസ്വതിയിൽ സാ വരുമ്പോൾ സ് പ്ലസ് ആയാണ് സായ്ക്ക്. പിന്നെ എന്ത് ചെയ്യുന്നു? രായാണ്. അപ്പം രാ എന്ന് പറയുമ്പോൾ ര് പ്ലസ് ആ രായായി പ്ലസ് സ്വായ്ക്ക് വീണ്ടും സ് കൊണ്ട് പിന്നെ ആയില്ല, കാരണം സ്വ ചേർത്ത് പറയുന്നു. അപ്പം വ് പ്ലസ് ആയുണ്ട്, സരസ്വ ആയി. ഇനി തീ ത് പ്ലസ് ഈ അടുത്തത് സപ്തർഷിയാണ്. അപ്പോൾ സ് സരസായിക്ക് സ് പ്ലസ് ആയി സായായി. ഇനി സപ്പ് പ് പ്ലസ് തായും കൂടി ഇല്ലേ, അപ്പം ത് പ്ലസ് തായാകുമ്പോൾ ആയുണ്ട്, സപ്തയായി. ഇനി ഋഷിഹി. സപ്ത അപ്പം ഋഷിഹി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആദ്യം എന്തിടണം? ഋ വരണം. ഋ പ്ലസ് ഷ് പ്ലസ് ഈ ഉണ്ടല്ലോ, ഈ പ്ലസ് വിസർഗ. സപ്തർഷിഹി സപ്തർഷിഹി. ഇനി അടുത്ത കസ്മിൻ സ്ഥിതാണ്. കസ്മിൻ സ്ഥിതിൽ കാ വരുമ്പോഴത്തേക്ക് പ്ലസ് ആയാണ്, പ്ലസ് ആ. ഇനി അത് സ്മ്. കസ്മിന് എന്ത് ചെയ്യണം? കസ്മിൻ ചിത്തിന് സ്മ ആകുമ്പോൾ സ്യും മുയും ഉണ്ടല്ലേ. സ് പ്ലസ് മ് പ്ലസ് കസ്മി ഈ വേണ്ടേ. ഈ കസ്മിൻ ഇവിടെ ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട്. അപ്പോൾ ഈ വന്നിട്ട് ഈ കണ്ട കസ്മിം പ്ലസ് കസ്മിം ഷ് പ്ലസ് പ്ലസ് ഈ അല്ല, പിന്നെ ഈ പ്ലസ് അടുത്തത് പ്രാതക്കാലഹ. പ്രാ വരുമ്പോൾ പ് പ്ലസ് ര് ആണ്. ര് പിന്നെ ആയുണ്ടല്ലോ, ആ പ്രാ ദീർഘമാണ്. പ്രാ പ്ലസ് തഹയാകുമ്പം ത് പ്ലസ് ആ പ്ലസ് വിസർഗ പ്ലസ് കാലഹ. പിന്നെ കാല എന്ന് പറയുമ്പോൾ ത് പ്ലസ് ദീർഘം ആ പ്ലസ് ല് പ്ലസ് ആ പ്ലസ് വിസർഗ. ഇനി അടുത്തത് കാ
കാർസ്ന്യം. കാർസ്ന്യം അതെങ്ങനെ വരും? കാർസ്ന്യം. കാർസ്ന്യം എന്ന് പറയുമ്പോൾ കാ വരുമ്പോൾ ക് പ്ലസ് ദീർഘം കായ്. കായ്. കാർസ്യത്തിൽ കായ്. ഇനി അടുത്ത് കാർ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പം ആദ്യം എടുക്കുന്നത് കാർ. കാർസ്ന്യം. പിന്നെ കാർസ്ന്യം കഴിഞ്ഞിട്ട് എന്താ അവിടെ പറയുന്നത്? തായില്ലേ? അപ്പം കാർത്ത്. പിന്നെ തീയുടെ കൂടെ സായ വരുന്നുണ്ട്. പിന്നെ കാർസ്ന്. പിന്നെ യായുണ്ട്. അപ്പം യാ ഫുള്ളാകുമ്പോഴത്തേക്ക് പ്ലസ് ആ പ്ലസ് മ. കാർസ്ന്യം. ഇനി സംവാദ. സംവാദത്തിന് സംവാദ എന്തെന്നാണ്? പ്ലസ് ആ സായായി. ഇനി ഇവിടെ അമ്മ എന്നുള്ളത്, അതിന് അമ്മയെ നമ്മൾ വിസർഗത്തിന് അനുസ്വാരം ഇല്ല, ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പ്ലസ്. പിന്നെ വാ എന്ന് പറയുമ്പോൾ വ് പ്ലസ് വാ ദീർഘമാണ്. ആ പ്ലസ് ദ് പ്ലസ് ആ പ്ലസ് വിസർഗ. ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇത് ടെക്സ്റ്റിനകത്ത് കുറേ എഴുതിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഇതുപോലെ ഓരോ വാക്കായിട്ട് ഇങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ശരിയാവും. അതുപോലെ ജാഹ്നവി എന്നൊരു വാക്കുണ്ട്. ജാഹ്നവി എന്ന് പറയുമ്പോൾ ജായാണ്. അപ്പം ജ് പ്ലസ് ആ. പിന്നെ ഹ് ഉണ്ട്. അപ്പം ഹ് പ്ലസ് പിന്നെ അത് അവിടെ നായും കൂടി ഇല്ലോ. അപ്പം ഹ് പ്ലസ് ന് ഉണ്ട്. അപ്പം നായാകുമ്പോൾ പ്ലസ് ആ. നാ വി പ്ലസ് ഇ. ഇങ്ങനെ ഓരോ ഇതായിട്ട് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ കുറേ ഇരിപ്പുണ്ട്, കുറേ എഴുതിയിട്ടുണ്ട് വർണ്ണത്തിൻ്റെ. അപ്പം ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ളതും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി അടുത്തത് വർണ്ണ സംയോഗയാണ്. ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്താക്കി എഴുതി. ഇപ്പം ഇനി അത് തന്നിട്ട് അത് നമ്മൾ ഒരു വർണ്ണങ്ങളെല്ലാം സംയോജിപ്പിച്ചിട്ട് ഒന്നിച്ചൊരു വേർഡാക്കണം. അങ്ങനെ അവിടെ എക്സാമ്പിൾ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് ദാശരഥി അതായത് എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത്. ദ് പ്ലസ് ആ. ദാ എന്ന് പറയുമ്പോൾ ദ് പ്ലസ് ആ. പിന്നെ ഷ എന്ന് പറയുമ്പോൾ ഷ് പ്ലസ് ആ. പിന്നെ ര അവിടെ നിന്ന് ഇപ്പം രി പ്ലസ് ആ. പിന്നെ ഥി എന്ന് പറയുമ്പോൾ ഥ് പ്ലസ് ഇ പ്ലസ് വിസർഗ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ എല്ലാം ഒന്നും പറയുമ്പോൾ ഇത് ഈസിയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ. പ്രയാസമുള്ളത് വേണ്ട. കൃഷ്ണഹ എന്നുള്ളത്. കൃഷ്ണഹ അവിടെ തന്നിട്ടുണ്ട്. എല്ലാം അവിടെ തന്നിട്ടുള്ളത് തന്നെ. അപ്പം മനസ്സിലായില്ലേ? ചേർത്ത് ഇപ്പോൾ സംഗണനം എന്നുള്ളത്. സംഗണനം സ് ആ സായായി അല്ലേ? സംഗ പ്ലസ് ആണ്. പ്ലസ് ആണ് ഗ സംഗ. പിന്നെ ആ പ്ലസ് ന് പ്ലസ് ആ ന. പിന്നെ ക് പ്ലസ് ആ ക. പിന്നെ സംഗണകം. അപ്പം അങ്ങനെയുള്ളതെല്ലാം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വർണ്ണ സംയോഗമാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന പേജ് നമ്പർ 17 കുറച്ച് ചിത്രങ്ങൾ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് എഴുതണം എന്നാണ്. ആദ്യത്തെ ഗണപതിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഗണപതിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഗണേശ. പിന്നെ അതിൻ്റെ താഴെ ഒരു പ്രാവിൻ്റെ പടമാണ്. പ്രാവിന് എന്ത് പറയും? കപോതഹ. പിന്നെ ശ്രീരാമഹ. പിന്നെ മാനിൻ്റെ പടമല്ലേ കൊടുത്തിരിക്കുന്നത്. മാനിന് എന്ത് പറയും? മൃഗഹ. പിന്നെ താഴെ തീയാണ്. അഗ്നിഹി. അത് വേണമെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ രണ്ടാമത്തോട്ടാണ്. രണ്ടാമത്തത് കപോതഹ. ശ്രീരാമഹ. മാനിന് മൃഗഹ. പിന്നെ 5 അഗ്നിഹി. അഗ്നിഹി 6 നോസാണ്. ഇല്ല, അതിന് നാസിക എന്നാണ് പറയുന്നത്. നാസിക ദീർഘ.
നാസിക. ഇനി ഭാരതത്തിൻ്റെ പിക്ചറാണല്ലേ, ഭാരതവർഷം എന്നും പറയാം. ഭാരതം അല്ലെങ്കിൽ ഭാരതവർഷം, ഭാരതം അല്ലെങ്കിൽ ഭാരതവർഷം, ഭാരതവർഷം, ഭാരതം അല്ലെങ്കിൽ ഭാരതവർഷം. എട്ടാമത്തത് ഈ ഡക്ക അല്ലേ, ഠക്ക, ഠക്ക, രണ്ട് കായുണ്ട്, ഠക്ക. നയൻ. സ്പൂൺ എന്തു പറയും? ചമസഹ, ചമസഹ. പിന്നെ കാലിനെന്ത് പറയും? പാദഹ. ഇത്രയാണ് അവിടുത്തെ പടം കൊടുത്തിരിക്കുന്നത്. ഇത്രയും പടം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് അടുത്ത പേജിൽ, പേജ് നമ്പർ 18. അവിടെ താഴെ കുറേ വേർഡ് കൊടുത്തിട്ടുണ്ട്, കുറേ വേർഡ് കൊടുത്തിട്ട് ആ വേർഡ് അനുസരിച്ച് അത് പൂരിപ്പിച്ചാൽ മാത്രം മതി. ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ലോട്ടസിനാണ്, പങ്കജംഗ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആനയുടെ ഒരു തുമ്പിക്കൈ കാണിച്ചാൽ ശുണ്ഠഹ, അവിടെ താഴെ ഉണ്ടഹ ഉണ്ട്, ശുണ്ഠഹ. പിന്നെ പല്ലിൻ്റെ എന്താ പറയുക? ദന്തഹ, ദന്താഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ശൂലം, ശൂലം കൊടുക്കും. ആദ്യം എങ്ങനത്തെ ശൂലമാണത് അവിടെ കൊടുത്തിരിക്കുന്നത്? ഡാഷ് ശൂലം, ഡാഷ് ശൂലം, ത്രിശൂലം, 3 എണ്ണം കൂടില്ല, അപ്പോൾ 3 അവിടെ ഉണ്ട്. പിന്നെ അടുത്തതാണ് എന്താണ്? ഠ കൊടുത്തിട്ടുണ്ട്, ഠക്ക, ഇക്ക, ഇക്ക, ഠക്ക. പിന്നെ മുകളിൽ ചന്ദ്രഹയാണ്, ഇന്ദ്ര അവിടെയുണ്ട്. പിന്നെ വൃക്ഷഹ. പിന്നെ ചുണ്ടാണ്, പിന്നെ അതിൻ്റെ ബീക്ക്, അതിനെന്ത് പറയും? ചാ കഴിഞ്ഞിട്ട് എന്താ? ഇന്ദ്ര, ഇഞ്ചുഹു, ചഞ്ചുഹു. പിന്നെ അടുത്തത് അത് എത്രയാണെന്ന് കാണിക്കുന്നത്? നമ്പറാണല്ലേ അത്, അഷ്ട, അഷ്ട, 8. പിന്നെ അടുത്തത് അതെന്തോന്നാണ്? ശംഖ. ഇത്രയുമാണ്. പിന്നീടുള്ളതാണ് പ്രഥമ വർണ്ണേന പദം വദന്തു ലിഖന്തു. പേജ് നമ്പർ 19 മുകളിൽ ഒരു ആദ്യത്തെ അക്ഷരം വെച്ച് വേർഡ് ഉണ്ടാക്കണം. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അഗ്നിഹി, അസ്ത്രം. വേണമെങ്കിൽ രണ്ടാമത്തെ കാ വെച്ചാണ്, കാ വെച്ചാൽ കാകഹ എഴുതാം, കാകഹ, ക്രോ, കാകഹ. പിന്നെ കനകം. പിന്നെ ചാ വെച്ചാണെങ്കിലോ ചഷകഹ, ചഷകഹ എന്ന് പറഞ്ഞാൽ കപ്പ്, ചഷകഹ. പിന്നെ ചന്ദ്രഹ. പിന്നെ പാവച്ച് പങ്കജം, പത്മം. പിന്നെ രാവച്ച് രൂപഹ, റൂപ്യകം ഒക്കെ പറയാം. അടുത്ത ഇപ്പുറത്ത് നാവച്ച് തന്നിട്ടുണ്ട്, നദീ, നൗക. അതുപോലെ മാവച്ചാണെങ്കിലോ മകരഹ പറയാം, മകരഹ എന്താ? ക്രോക്കഡൈൽ. മകരഹ, മാത്ര, ഒരു മാത്ര എന്ന് പറയും. ഹ വെച്ചോ ഹരിണഹ, ഹരിണഹ ഡിയറിനാണ് പറയുന്നത്, ഹരിണഹ, ഹസ്തഹ. പിന്നെ വെച്ച് തടാകഹ, തടഹ. ഇനി വെച്ച് വനിത, പിന്നെ വാദ്യം ഒക്കെ പറയാം. പിന്നെ താഴെ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ കണിയാം, അതിൻ്റെ ആവശ്യമില്ല. അതായത് പരിവാരസ്യ സദസ്യം പൂർണ്ണ നാമാനി ലിഖം, നിങ്ങളുടെ അമ്മയുടെ പേര്, ശ്രീമതി ഇന്നയാള്, മധ്യനാമ, അങ്ങനെ അതൊക്കെ തന്നെ എഴുതിയാൽ മതി. അതൊക്കെ തന്നെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതേണ്ടതുകൊണ്ട് അടുത്തത് മിത്രാണ പൂർണ്ണനാമാനി ലിഖന്തു ഉണ്ട്. ഇനി അടുത്ത ദിവസത്തുള്ളത് അക്ഷരങ്ങളുടെ സ്ഥാനങ്ങളാണ്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.